കാർഷിക വാർത്തകൾ. ഏഷ്യൻ റബ്ബറിന്റെ വിലത്തകർച്ച മറ്റ് വിപണിയിലേക്കും പടരുന്നു. പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വില കൂടി, വെളിച്ചെണ്ണ വില ഉയരാൻ സാധ്യത. ഏലം ചരക്ക് വരവിൽ വൻ നേട്ടം. ജപ്പാനിൽ റബ്ബറിന് നേരിട്ട തളർച്ച മറ്റു വിപണികളിലേക്കും പ്രതിഫലിച്ചു. ബാങ്കോക്കിൽ ഷീറ്റ് വില കുറഞ്ഞു. ഇത് അവധി വിലകളിൽ സാങ്കേതിക തിരുത്തലിന് ഇടയാക്കി. വിപണിയിൽ വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ വ്യവസായികൾ തയ്യാറായില്ല. 4 ഗ്രേഡ് കിലോ 5 രൂപ കുറഞ്ഞ് 227 രൂപ. നാളികേരോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനിടയിൽ തേങ്ങ വിളവെടുപ്പിന് കർഷകർ നീക്കം തുടങ്ങി. ഉയർന്ന വില കണ്ട് ഇളനീർ വിളവെടുപ്പിനും ഒരു വിഭാഗം ഉത്സാഹിച്ചു. പച്ചതേങ്ങ വില കിലോ 54 രൂപയിലേക്ക് ഉയർന്നു. മൊത്ത വിപണിയിൽ കൊപ്ര കിലോ 122 രൂപയിലേക്ക് കയറിയ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വില വീണ്ടും ഉയരുമെന്ന് അനുമാനിക്കാം. എണ്ണവില കിലോ 186 രൂപയാണ്. ഇതിനിടയിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഡിമാൻഡിൽ ഉണ്ടക്കൊപ്രയുടെയും വിലയും ഉയർന്നു. ഏലം വിളവെടുപ്പ് ഊർജിതമായി. ലേലത്തിനുള്ള ചരക്ക് വരവിലും വൻ കുതിച്ചുചാട്ടമുണ്ട്. വണ്ടൻമേട് ലേലത്തിൽ 1 ലക്ഷം കിലോയ്ക്ക് അടുത്ത ചരക്ക് വന്നു. ഇതിൽ 98,312 കിലോയും ആഭ്യന്തര വ്യാപാരികൾ വാങ്ങി. നവരാത്രി, ദീപാവലി ഓർഡറുകൾ മുന്നിൽ കണ്ടുള്ള ചരക്ക് സംഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരാശരി ഇനങ്ങളുടെ വില കിലോ 2,397 രൂപയിലേക്ക് ചുവടുവെച്ചു. മികച്ച ഇനം ഏലയ്ക്ക ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ കിലോ 3,278 രൂപയിൽ കൈമാറി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതി തീരുവ ഉയർത്തിയതിനു പിന്നാലെ വിപണി സാഹചര്യത്തിനനുസരിച്ച് നികുതി ഘടനയിൽ മാറ്റം വരുത്താൻ സർക്കാർ നീക്കം. പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച എണ്ണകൾക്ക് ഇറക്കുമതി ഇനങ്ങൾ ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കാനാണ് ഈ നീക്കം. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ എണ്ണ ന്യായമായ നിരക്കിൽ ഏത് സമയത്തും വിൽക്കാനുള്ള നടപടിക്കാണ് ഇപ്പോൾ ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആഭ്യന്തര ഭക്ഷ്യ എണ്ണ ഉൽപാദനം മികച്ചതാക്കാനും കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാനും 6,800 കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. താങ്ങുവിലയ്ക്ക് താഴെയാണ് പലപ്പോഴും കർഷകർ ഭക്ഷ്യ എണ്ണകൾ വിൽക്കുന്നത്. ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ എണ്ണ വിപണിയിലെത്തിക്കാതിരിക്കാനാണ് പുതിയ നികുതി ഘടന നടപ്പിലാക്കുന്നത്. ഇറക്കുമതി തീരുവ ഇല്ലാതിരുന്ന അസംസ്കൃത പാം ഓയിൽ, സോയാബീൻ, സൂര്യകാന്തി എണ്ണ എന്നിവയുടെ തീരുവ 20%വും ശുദ്ധീകരിച്ച പാം, സോയാബീൻ, സൂര്യകാന്തി എണ്ണ എന്നിവയുടെ തീരുവ 12.5% നിന്ന് 32.5%മായും ഈ മാസം 13-ന് സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുതിപ്പ് തുടർന്ന് കൊപ്രവില. ഉത്സവ സീസൺ അടുക്കാറായതാണ് കൊപ്രവില വർധനയ്ക്ക് കാരണം. കൊപ്ര വിപണിയിലെ താരമായിരിക്കുകയാണ് ഉണ്ടക്കൊപ്ര. 2 ദിവസം കൊണ്ട് മാത്രം കിൻഡലിന് 5,000 രൂപയാണ് കൂടിയത്. ഇതോടെ 19,000 രൂപയാണ് കിൻഡലിന് ഉണ്ടക്കൊപ്രയ്ക്ക് വിപണി വില. നവരാത്രി, ദീപാവലി സീസൺ അടുക്കാറായതാണ് വില ഉയരാൻ കാരണമായതായി വിപണി വിലയിരുത്തുന്നത്. ചരക്ക് വരവ് കുറഞ്ഞതും വില വർധനയ്ക്ക് ആക്കം കൂട്ടി. താങ്ങുവിലയേക്കാൾ 7,000 രൂപ കൂടുതലാണ് നിലവിൽ ഉണ്ടക്കൊപ്രയ്ക്കുള്ളത്. കൊട്ടത്തേങ്ങയ്ക്ക് ശനിയാഴ്ച 14,000 രൂപയാണ് രേഖപ്പെടുത്തിയത്. ഒരിടവേളയ്ക്ക് ശേഷം പച്ചത്തേങ്ങ വില കിലോയ്ക്ക് 40 രൂപയിലെത്തി. കൊപ്രയ്ക്ക് കിൻഡലിന് 13,000 രൂപയാണ് നിലവിൽ. വില കൂടിയെങ്കിലും തേങ്ങയുടെ ഉൽപാദനത്തിലെ കുറവ് കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മൃഗസംരക്ഷണ സേവനങ്ങൾ ഉറപ്പാക്കാൻ ഹെൽപ്പ് പദ്ധതിയുമായി സർക്കാർ. കുടുംബശ്രീയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. അക്രഡിറ്റഡ് ഏജൻറ്റ്സ് ഫോർ ഹെൽത്ത് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ അഥവാ ഹെൽപ്പ് മൃഗാരോഗ്യ സംരക്ഷണത്തിനുള്ള സർക്കാർ സേവന സംവിധാനം. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന സർക്കാരാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 42 ദിവസത്തെ പശുസഖി പരിശീലനം പൂർത്തിയാക്കിയ വനിതകളെയാണ് ഹെൽപ്പ് സേവനദാതാക്കളായി തിരഞ്ഞെടുക്കുന്നത്. മൃഗാരോഗ്യ സംരക്ഷണം, കന്നുകാലികളുടെ പ്രത്യുൽപാദന പരിപാലനം, തീറ്റ, പാലുൽപാദനം, സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ, കന്നുകാലികളെ ഇൻഷുർ ചെയ്യാനും ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കാനും സൗകര്യമൊരുക്കൽ, രോഗപ്രതിരോധ കുത്തിവയ്പുമായി ബന്ധപ്പെട്ട സഹായം എന്നീ കാര്യങ്ങളിൽ പശുസഖി വോളണ്ടിയർമാരുടെ സേവനം ലഭിക്കും. കർഷകർക്ക് മൃഗാശുപത്രികൾ മുഖേന ലഭിക്കേണ്ട സേവനങ്ങളും ഇവരിലൂടെ ലഭ്യമാക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. വെളിച്ചെണ്ണ 18,600 രൂപ, കൊപ്ര 13,250 രൂപ, അടയ്ക്ക 30,000 മുതൽ 33,000 രൂപ വരെ.
കുരുമുളക് അൺഗാർബിൾഡ് 65,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67,000 രൂപ, ചുക്ക് 36,000 രൂപ, ജാതിക്ക 200 രൂപ മുതൽ 240 രൂപ വരെ, ജാതിപത്രി 400 മുതൽ 440 രൂപ വരെ, ഗ്രാമ്പു 900 മുതൽ 1350 രൂപ വരെ.